അത് ഈ രണ്ട് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകി സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗത്തെയും മത്സരരംഗത്തിറക്കാനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിവാദങ്ങളിൽപ്പെട്ട M. മുകേഷ്, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്ക് സീറ്റ് ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളതിൽ മുകേഷിന്റെ കാര്യത്തിൽ സീറ്റ് ഉണ്ടാവില്ല, കടകംപള്ളിയുടെ കാര്യത്തിലും സീറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നതിൽ ധാരണയായിട്ടുമില്ല. ഫെബ്രുവരി 1 തുടങ്ങുന്ന LDF ജാഥയോടെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിന് പൂർണ്ണസജ്ജമായി അവർ നിലവിൽ വരും. 3 മേഖലകളിലായി നടക്കുന്ന ജാഥയ്ക്ക് MV ഗോവിന്ദൻ, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരാണ് നേതൃത്വം നൽകാൻ പോകുന്നത്. TV പ്രസാദുണ്ട്. TV പ്രസാദ്, ഇക്കുറി തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്ത വാർത്ത ഇക്കുറി 2 ടേം നിബന്ധനയില്ല CPM-ൽ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മത്സരം കടുക്കുമെന്നുള്ളത് CPM തിരിച്ചറിയുന്നു. 98 സീറ്റുകൾ, 99 സീറ്റുകൾ എന്ന മട്ടിൽ 2021-ലും 22-ലും വിജയിച്ച് 91, 98 എന്ന മട്ടിൽ വിജയിച്ച് കയറുമ്പോൾ അന്ന് LDF-ന് ഉണ്ടായിരുന്ന വലിയ ഒരു ആത്മവിശ്വാസം ഈ 2 ടേം നിബന്ധന വെച്ചാൽ പോലും ഇടതുപക്ഷത്തിന് ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഇക്കുറി അങ്ങനൊരു ആത്മവിശ്വാസമല്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് കനത്ത മത്സരം, ഒരു തീപാറുന്ന പോരാട്ടം ഗ്രൗണ്ടിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ 2 ടേം നിബന്ധന ഒഴിവാക്കുന്നത്. പക്ഷേ അപ്പോഴും ചിലരെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അതിലൊരു പേര് മുകേഷിന്റെ പേരാണ് കൊല്ലത്ത് നിന്നും, മറ്റൊന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ പേരാണെന്നാണ് കേൾക്കുന്നത്. അല്ലേ TV പ്രസാദ്? അത് തന്നെയാണ് അരുൺ. ഇത്തരത്തിലുള്ള പേരുകാരെ സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നതോടുകൂടി അത് എൻ്റയർ പാനലിനെ ബാധിക്കും, എല്ലാ സ്ഥാനാർത്ഥികളെയും ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോകുന്നത്. ഇതിലൊന്നും ആത്യന്തികമായി ഒരു തീരുമാനത്തിലേക്കും എത്തിയില്ല എന്നുള്ളതാണ്, മുന്നണിയോ പാർട്ടിയോ എത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിലുള്ളൊരു കാര്യം, ഈ ഒരു ഘട്ടത്തിൽ തന്നെ ആരെയൊക്കെ എവിടെയൊക്കെ മത്സരിപ്പിക്കണം എന്നത് സംബന്ധിച്ചുള്ളൊരു ഏകദേശ ധാരണ അത് പാർട്ടി നേതാക്കന്മാർക്കിടയിൽ അവർ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ പ്രതീക്ഷിക്കാത്ത ആളുകളെ ചില മണ്ഡലങ്ങളിൽ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാനും കഴിയും. എന്തായാലും ഇത്തവണ ഒരു ജീവൻ മരണ പോരാട്ടമായി CPIM കാണുന്നു എന്നുള്ളതാണ്. കാരണം ചരിത്രത്തിലാദ്യമായി ഒരു തുടർഭരണം 2021-ൽ LDF-ന് ഉണ്ടാവുകയാണ്. ആഞ്ഞു പിടിച്ചാൽ ഇത്തവണയും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ LDF-ന് വാനോളമുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു മങ്ങലേറ്റത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ്. ഇത്ര വലിയ തിരിച്ചടി LDF പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ച 400 രൂപ പെൻഷൻ കൂട്ടിയതും വനിതകൾക്ക് പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ, വലിയ പദ്ധതികൾ, അത് ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിയില്ല എന്നും വികസന പ്രവർത്തനങ്ങൾ വേണ്ടത്ര ജനം ഏറ്റെടുത്തില്ല എന്നൊരു വിലയിരുത്തലിലേക്കാണ് CPIM എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 മാസം എന്നുള്ളത് വളരെ നിർണായകമാണ് CPIM-നെ സംബന്ധിച്ചിടത്തോളം. ആഞ്ഞു പിടിച്ചാൽ ഇങ്ങോട്ടേക്ക് പോരുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോരും അരുൺ, 2021-ലെ സാഹചര്യത്തെ ഒരു പ്രത്യേക സാഹചര്യമായാണ് നേതാക്കൾ തന്നെ വിശദീകരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2020 മാർച്ചിൽ തുടങ്ങിയ ആ കോവിഡിന്റെ ഭാഗമായി എല്ലാവരും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ഒരു രക്ഷകന്റെ റോളിലായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം മാധ്യമങ്ങളെ കാണുമ്പോൾ അത് കണ്ടിരിക്കാൻ വേണ്ടി ജനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു നാഥനെ പോലെ, ഒരു രക്ഷകനെ പോലെ പിണറായിയെയും സർക്കാരിനെയും അന്ന് കണ്ടിരുന്നു എന്നുള്ളത് മാത്രവുമല്ല, പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ കിറ്റും ഒരു ഘടകമായിരുന്നു എന്നുള്ളത്. അത് കിറ്റ് എന്ന അർത്ഥത്തിലല്ല, ഒരു പ്രതിസന്ധി ജനങ്ങൾക്കുണ്ടാകുമ്പോൾ ഇവിടെ ഒരു സർക്കാരുണ്ട് എന്നൊരു സന്ദേശം നൽകാൻ കോവിഡ് കാലത്ത് തീർച്ചയായും അന്നത്തെ LDF സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു പ്രത്യേക സാഹചര്യമായി കാണണം എന്ന് കോൺഗ്രസിനെ പോലെ CPIM-ലെ ചില നേതാക്കളും പറയുന്നുണ്ട്. ഇത്തവണ 3ാം പിണറായി സർക്കാർ വരുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി പാർട്ടി മുന്നോട്ട് പോകുമ്പോഴും സംഘടനാപരമായ വീഴ്ചയില്ലാതെ തെരഞ്ഞെടുപ്പിനെ നയിക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇത്തവണ മറ്റൊരു പോരായ്മ പറയുന്നത് അരുൺ, അമിത ആത്മവിശ്വാസം പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ നടക്കുന്നത് പോലെ വീടുകൾ നിരന്തരം കയറിയുള്ള ഒരു സ്ക്വാഡ് വർക്ക് അതിൽ കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നൊരു ആത്മവിശ്വാസം പല പ്രവർത്തകരിലും ഉണ്ടായി. അതോടൊപ്പം തന്നെ 2ാമത്തെ ടേമും ഭരണത്തിലേക്ക് വന്നതോടുകൂടി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ മൊത്തത്തിൽ ഒരു മടിയുണ്ടായി എന്നുള്ളതും പാർട്ടി നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടക്കാൻ കഴിയുമ്പോഴും ശബരിമല കൊള്ള എങ്ങനെ ബാധിക്കും എന്നൊരാശങ്ക പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ വന്ന പുനർജനി പോലെയുള്ള വിഷയങ്ങൾ ഇനിയും തെരഞ്ഞെടുപ്പിന് മുമ്പാകെ വരുമെന്നും അത് കോൺഗ്രസിന്റെയും BJP-യുടെയും ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും അങ്ങനെ വികസനത്തിലേക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് CPIM-നുള്ളത്. ഒന്നുകൂടി വരാൻ കഴിയും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.
താങ്ക് യു. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായി. 2 ടേം നിബന്ധനയിൽ ഇളവ് വരുത്തി CPM മത്സരത്തിന് തയ്യാറെടുക്കുന്നു. വികസനമായിരിക്കും പ്രധാനമായിട്ടും LDF പ്രചരണായുധമാക്കി മാറ്റാൻ പോകുന്നത്. സ്വർണ്ണക്കൊള്ളയായിരിക്കും. പക്ഷേ ഇത് തിരിച്ചടിക്കുമോ എന്നുള്ളൊരു ആശങ്ക ചില നേതാക്കൾക്കെങ്കിലുമുണ്ട്. SIT അന്വേഷണം 1998 മുതലുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി നടത്താൻ പോകുമ്പോൾ എന്തൊക്കെ പുറത്തു വരുമെന്നുള്ളതിൽ ഒരാശങ്ക ഇല്ലാതില്ല. പക്ഷേ എങ്കിലും സ്വർണ്ണക്കൊള്ള തന്നെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി തന്നെ UDF കണക്കുകൂട്ടുന്നു. UDF നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. BJPയും കളം പിടിക്കുകയാണ്.